ഖാദിരീസ് യാത്രയുടെ നാഗാലാൻഡ് യാത്രയിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാഗാലാൻഡിലാണ് ആയിരിക്കുന്നത്, ഡിസംബർ മാസത്തിലാണ് ആയിരിക്കുന്നത്. ഹോൺബിൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡിസംബറിൽ ടിക്കറ്റ് എടുത്ത് നാഗാലാൻഡിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഫെസ്റ്റിവൽ. ധാരാളം ട്രൈബുകളുടെ നാടാണ് നാഗാലാൻഡ് എന്ന്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് മുഴുവനും അങ്ങനെയുള്ള ഒരു രീതിയാണ് സ്വീകരിച്ചു വരുന്നത്. ഇവരുടെ ആചാര രീതികളും പാരമ്പര്യങ്ങളും ഒക്കെ സംസ്കാരവും ഒക്കെ ഒത്തിരിയേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഈ സംസ്കാരങ്ങളൊക്കെ എന്താണെന്നും ഓരോ ട്രൈബിലും എന്തൊക്കെ രീതിയിലുള്ള സംസ്കാരങ്ങളാണ് വച്ചു പുലർത്തുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം ഓരോ പടവിൽ കൂടിയും പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചെറിയ കൂടാരങ്ങൾ പോലെയുള്ള ഈ സ്ഥലങ്ങളിലാണ് അവർ അവരുടെ പ്രദർശനങ്ങളെല്ലാം നടത്തുന്നത്. എല്ലാ ഫെസ്റ്റിവൽ പടവിലിനോട് അനുബന്ധിച്ച് ധാരാളം ഫുഡ് കോർട്ടുകളും ഉണ്ട്. അത് പ്രധാനമായിട്ടും ആ ഒരു ട്രൈബൽസിന്റെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും വിഭവങ്ങളാണ് ഇവർ പ്രദർശനത്തിന് വെക്കുകയും ഒപ്പം വിളമ്പുകയും ഒക്കെ ചെയ്യുന്നത്. ഓരോരുത്തർക്കും യഥേഷ്ടം അത് രുചിച്ചു നോക്കി വാങ്ങുവാനൊക്കെ സാധിക്കാം. നമ്മളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചോളം എല്ലാ വിഭവങ്ങളും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. ചിലത് വേവിച്ചും ചിലത് വേവിക്കാതെയും ചിലത് ആവിയിൽ വേവിച്ചും ഒക്കെയാണ് നൽകപ്പെടുന്നത്. എല്ലാം മീറ്റ് ഐറ്റങ്ങളാണ്. കേരളീയ സംസ്കാരവുമായിട്ട് വിഭിന്നമായ ഒരു സംസ്കാരമാണ് ഇവർ വച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങളിലും അതിൻ്റെതായ ഒരു വൈവിധ്യത ഇതിൻ്റെ അകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓരോ ട്രൈബലിനും ഓരോ പ്രത്യേക രീതിയിലുള്ള സാംസ്കാരിക പാരമ്പര്യങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വിവിധ കൂടാരങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം 18-19 ട്രൈബലുകളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രധാന ട്രൈബലുകളുടെ മാത്രം പ്രദർശനമാണ് ഇവിടെ നൽകുന്നത്. എന്നാൽ അറിയപ്പെടാതെയുള്ള ധാരാളം ട്രൈബലുകളും ധാരാളം ഭാഷകളും ഈ ഒരു നാഗാലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാഗാലാൻഡിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും അറിഞ്ഞതും ഒക്കെ വ്യത്യസ്തമായിരുന്നു, കുറവായിരുന്നു എന്നുള്ള കാര്യം നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ട്രൈബൽ സംസ്കാരങ്ങളും വൈവിധ്യതയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കലെങ്കിലും ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ കാണുവാൻ സാധിച്ചെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. ഒരു പ്രാവശ്യം നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഫെസ്റ്റിവൽ കാണുവാൻ വേണ്ടി എത്ര പണം മുടക്കിയാലും സമയം നഷ്ടം വരുത്തിയാലും അത് ഒരിക്കലും നഷ്ടമാവുകയില്ല. ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുപിടി അനുഭവങ്ങളുമായിട്ടായിരിക്കും നാഗാലാൻഡിൽ നിന്ന് നിങ്ങൾ തിരികെ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓർമ്മയെ സൂക്ഷിക്കുവാൻ വീണ്ടും ഈ എപ്പിസോഡ് ഞാൻ പുറത്തിറക്കിയിരിക്കുന്നു.